വരാഹി ദേവിയുടെ ഫലം ഉറപ്പു പറയുന്ന കാര്യങ്ങൾ 11 ദിവസം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നിശാപൂജ അല്ലെങ്കിൽ നൈറ്റ് വർഷിപ്പ് ഏറ്റവും ശക്തമായിട്ടുള്ള മാർഗമാണ്. സമയം രാത്രി 10 മണിക്ക് ശേഷമാണ്. നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. ഇരിക്കുന്ന ആ സ്ഥലത്ത് നമ്മളൊരു ദീപം കത്തിച്ച് വെച്ച് ദേവിയെ ധ്യാനിക്കുക. ഈ സമയവും നമ്മൾ ധ്യാനിക്കുന്നത് ദേവിയുടെ ശക്തി കൂടുതലായ സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഫലമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന പ്രശ്നത്തെ പരിഹരിക്കുവാനും നെഗറ്റീവായിട്ടുള്ള എനർജി നീക്കം ചെയ്യുവാനും സാധിക്കുന്നു. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം മന്ത്രജപം 108 പ്രാവശ്യം നമ്മൾ ദേവി അല്ലെങ്കിൽ വരാഹി അമ്മയെ വിചാരിച്ച് മന്ത്രം ജപിക്കുക. മന്ത്രം ഓം ഐം ഹ്രീം ശ്രീം വരാഹി ദേവി നമഃ. ഇനി അടുത്ത് നമ്മൾ 108 പ്രാവശ്യം ജപിക്കുക. ഒരേ സമയം ഒരിടത്തിരുന്ന് ജപിച്ചാൽ ഫലം കൂടുതൽ ശക്തമാക്കും. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ള നെയ്ദീപമാണ്. വെള്ളിയാഴ്ച രാത്രി ദീപം കത്തിക്കുക. ദീപത്തിന് മുന്നിൽ നമ്മൾ 5 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഫലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനസമ്പത്ത്, വർധനവ്, വീടിൻ്റെ പോസിറ്റീവ് എനർജിക്കെല്ലാം തന്നെയും ഒരുപാട് ഗുണം ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പ് പുഷ്പങ്ങളാണ്. അത് നമുക്ക് ദേവിക്ക് അർപ്പിച്ച് നന്ദി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫലം വേഗത്തിൽ നിലനിന്ന് പോകുന്ന ഒന്നാണ്, നമുക്ക് വേഗത്തിൽ ലഭിക്കുന്നു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ്, മധുര നിവേദ്യമാണ്. മധുര നിവേദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തേന്, പായസം, പഴങ്ങൾ തുടർന്ന് പ്രസാദമായി കഴിക്കുകയും ഫലം നമുക്ക് സാമ്പത്തിക വളർച്ച, കുടുംബസമാധാനമൊക്കെ ഉണ്ടാകുവാൻ ഒരുപാട് വഴികൾ തുറന്നു വരുന്ന ഒന്നാണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് എല്ലാവരും ജപിക്കുക.